റീ റിലീസിലും തലയുടെ വിളയാട്ടം. മലയാളത്തിൽ നിന്നുള്ള റീ റിലീസുകളിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മോഹൻലാൽ ചിത്രങ്ങളാണ് എന്ന് വേണം പറയാൻ. സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ അത്തരത്തിൽ രണ്ടാം വരവിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രങ്ങൾ തന്നെയാണ്. എന്നാൽ തിയേറ്ററുകളിലെ ഉത്സവാന്തരീക്ഷമാണ് കാണേണ്ടതെങ്കിൽ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റീ റിലീസ് ചിത്രമായ ചോട്ടാ മുംബൈയെ പോലെ ഓളമുണ്ടാക്കിയ മറ്റൊരു ചിത്രമില്ല എന്ന് വേണം പറയാൻ. ഈ ചിത്രത്തിന്റെ റിലീസ് ദിവസം തന്നെ വമ്പൻ കളക്ഷനാണ് നേടിയത്. ചിത്രം റീ റിലീസ് ചെയ്ത തിയേറ്ററുകൾ എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിരുന്നു. ലിമിറ്റഡ് റിലീസ് ആയിരുന്നു ചിത്രത്തിന്. സ്ക്രീൻ കൗണ്ടും ഷോകളും കുറവായിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തം ദൃശ്യമായതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്റർ ഉടമകൾ തങ്ങളുടെ സ്ക്രീനുകളിൽ പുതിയ ഷോകൾ ചാർട്ട് ചെയ്തു. അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളും കളിച്ചു. എറണാകുളം കവിത, തിരുവനന്തപുരം ഏരീസ് പെക്സ്, കോഴിക്കോട് അപ്സര തുടങ്ങിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത്. ഇതിന്റെയൊക്കെ ഗുണം ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റീ റിലീസിന്റെ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 35 മുതൽ 40 ലക്ഷം രൂപ വരെയാണ്. ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ച് മികച്ച നേട്ടമാണിത് എന്ന് മാത്രമല്ല, മലയാളത്തിലെ റീ റിലീസുകളുടെ ഓപ്പണിംഗിൽ 3-ാം സ്ഥാനത്തെത്തിയിട്ടുമുണ്ട് ചിത്രം. മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിനും മണിച്ചിത്രത്താഴിനും പിന്നിലായാണ് ചോട്ടാ മുംബൈ ഇടം പിടിച്ചിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒന്നായിരുന്നു. ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ്. മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളമുണ്ട്. മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലുണ്ട്. മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമയായപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു. ഭാവനയായിരുന്നു ഈ ചിത്രത്തിലെ നായിക.